ഒരു പുതിയ മതവിദ്യാഭ്യാസത്തിൻ്റെ അധ്യയന വർഷത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും കാലോചിതമായി ലോകത്ത് എന്നും പ്രശസ്തിയും പ്രസക്തിയും ഉള്ളതാണ്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബികൾക്കും ഇസ്ലാം രഹസ്യമായി ദഅവത്ത് ചെയ്യണമെന്ന ആ ഉടമ്പടി വന്നപ്പോൾ, ആ കൽപ്പന വന്നപ്പോൾ, ആ സമയത്തും 20ഓളം 30ഓളം നബി തങ്ങളോടൊപ്പം വന്ന മുസ്ലിമായി ആ സ്വഹാബികൾ ദാറുൽ അർഖം എന്ന് പറയുന്ന ഒരു വീട്ടിൽ വെച്ചാണ് അന്ന് അവർ വിദ്യ നുകർന്നത് എന്ന് ചരിത്രം പറയുന്നു. പിന്നീട് അത് പരസ്യമായി ദഅവത്ത് ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ മദീനയിലെ തന്നെ ഒരു പള്ളിയുടെ, മദീന പള്ളിയുടെ ഒരു ഭാഗത്ത് അഹ്ലുസ് സുഫ എന്ന് പറയുന്ന വിഭാഗക്കാർ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവ് നുകരാൻ പഠിതാക്കളായി, വിദ്യാർത്ഥികളായി, മുതഅല്ലിമീങ്ങളായി എത്തിച്ചേർന്നിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇസ്ലാമിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുൻ ആലിമൻ, നീ മനുഷ്യനാവുകയാണെങ്കിൽ നീ ഒരു ആലിമാകണം, ഒരു പണ്ഡിതനാകണം. അല്ലെങ്കിൽ ഇൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകണം. ഇനി അതിന് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നീ ഇഷ്ടപ്പെടുന്നവനാകണം. അല്ലെങ്കിൽ അത് നീ കേൾക്കാനെങ്കിലും ശ്രമിക്കണം. ഈ 4 വിഭാഗക്കാരിലെ നീ ഉൾപ്പെടാൻ പാടുള്ളൂ. ഇത് അല്ലാത്ത ഒരു 5ാമത്തെ വിഭാഗമായി നീ മാറരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കാൻ കഴിയുമോ? പിതാക്കന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കൾ ധാർമ്മികമായ വിദ്യാഭ്യാസം പൂർണ്ണമായി നേടിയെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ഇസ്ലാമിന്റെയും അതുപോലെ ദൈവനിഷേധത്തിന്റെയും മതനിരാസത്തിന്റെയും ചിന്തകളും വാദങ്ങളും അതിങ്ങനെ സെമിനാറുകളും വാദങ്ങളുമായി വളർന്നു വരികയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പോലും അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന മതനിരാസം. ഇതിന്റെ മുന്നിൽ നമ്മൾ മതത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, എന്തിനാണ് അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് പടച്ചുവിട്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ചിന്തയെങ്കിലും പകർന്നു കൊടുക്കാനാണ് ധാർമ്മിക വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പ്രസക്തമാണ്. നീ ഒരു പണ്ഡിതനാകണം. അങ്ങനെ ഒരു പണ്ഡിതനാകാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ ഒരു മുതഅല്ലിമെങ്കിലും ആകണം. അങ്ങനെ ഒരു മുതഅല്ലിം നിനക്കാകാൻ കഴിഞ്ഞില്ല എന്നാൽ നീ ആ ഇൽമിനെ കേൾക്കുന്നവനാകണം. ആളുകൾ ഇൽമു പറയുന്നിടത്ത് നീ ചെന്നിരിക്കാൻ നീ ശ്രദ്ധയാലുവാകണം. അതിന് നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇൽമിന്റെ സംവിധാനങ്ങളെ, ഇൽമിന്റെ ആളുകളെ, മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരെങ്കിലും നീ ആകണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. കാരണം അതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ അടിത്തറ. ലോകം നിലനിൽക്കുന്നത് തന്നെ നാല് കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനെ നിലനിർത്തുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് പണ്ഡിതന്മാരുടെ അറിവുകളാണ്. ആ പണ്ഡിതന്മാരുടെ അറിവുകൾ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു നിമിത്തമായി സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു ഈ ദുനിയാവ് പടക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് വിശുദ്ധമായി ഖുർആൻ ചോദിക്കാൻ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ.
നിങ്ങൾ അറിവുള്ളവർ അറിവില്ലാത്തവർ ഇവർ ഒരിക്കലും സമന്മാരല്ല നബിയെ. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി സമൂഹത്തിനോട് ഒരു വലിയ വിളംബരം ചെയ്യുകയാണ്. നിങ്ങൾ ഇൽമ പഠിക്കണം, അറിവ് പഠിക്കണം എന്ന് പറഞ്ഞ് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നേരിട്ട് ഓർഡർ പറയുകയാണ്. ജനങ്ങളിൽ 2 വിഭാഗമുണ്ടെങ്കിൽ അതിൽ അറിവുള്ളവരാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു ഭാഗത്ത് മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലൗലൽ ഉലമാഉ ലസ്വാറ الناس مثل البهائم. ഈ ലോകത്ത് വിജ്ഞാനമില്ലായിരുന്നുവെങ്കിൽ, ദീനില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ മുഴുവൻ മൃഗങ്ങളെ പോലെ ആകുമായിരുന്നു എന്ന് മഹാനായ ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. പിന്നെയോ വഅന്നഹും ബിത്തഅല്ലുമ യഖ്റുജൂന الناس من جد البهيمة إلى الحد الإنسانية. മനുഷ്യൻ എങ്ങനെയാണ് ഒരു മനുഷ്യത്വം പ്രാപിച്ചത്? അത് അവന്റെ ഈ അറിവ് കൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങൾ കടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തെ പറയുന്നുണ്ടല്ലോ, എന്നാണ് ഇരുണ്ട നൂറ്റാണ്ട്. കാരണം എന്താണ്? ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതൊരു ഭോഗവസ്തു മാത്രമാണെന്ന് ചിന്തിച്ചിരുന്ന സമൂഹം. 2 കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാനും തമ്മിലടിക്കാനും മാത്രമുള്ള ഹേതുവാണ് എന്ന് കണ്ടെത്തിയിരുന്ന കുടുംബക്കാർക്ക് മുന്നിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തതെന്താണ്? നിങ്ങൾ ഇൽമ പഠിക്കണം. യഖറഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹനെ നിങ്ങൾ പഠിക്കണം. ആ അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒളിവിടണം. അങ്ങനെയായപ്പോഴാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അത് ബന്ധം പുലർത്താനുള്ളതാണ്. നീ ഇപ്പോൾ ജനിച്ചാൽ മണ്ണിട്ട് മൂടണം എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ആ മാതാവിന്റെ കാൽപ്പടിയിലാണ്, കാലിൽ ചുവട്ടിലാണ് സ്വർഗ്ഗമെന്ന് മാലോകർക്ക് മുന്നിൽ വിസ്മയത്തിന്റെ ഒരു പ്രകാശഗോപുരമായി പറഞ്ഞു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വളർന്നു വരുന്ന കാലഘട്ടത്തോട് നമ്മൾ സ്വന്തം മക്കളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മളൊക്കെ ബാപ്പമാരാണ്. സ്വന്തം മക്കൾ എത്ര വിദ്യാഭ്യാസം നേടിയെന്ന് നമ്മൾ ആലോചിക്കണം. കേവലം ഇന്നത്തെ നമ്മുടെ കാല സമകാലിക അവസ്ഥ അങ്ങനെയാണ്. മദ്യപാനവും ലഹരിയും യുക്തിചിന്തയും അതുപോലെ ക്യാമ്പസുകളിൽ അധാർമികതയും ലൈംഗികതയും നടമാടുന്ന സമകാലിക സാഹചര്യം. ഇവിടെ ഇൽമ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ തന്റെ മകന് കേവലം ട്യൂഷന്റെയും അതുപോലെ SLC-യുടെയും അല്ലെങ്കിൽ കൂടുതൽ എഴുതാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മദ്രസ വിദ്യാഭ്യാസം നിർത്താൻ മക്കൾ ശ്രമിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പരാജിതനാകുന്നത് അത് നമ്മളാണ് എന്ന ധാർമ്മിക ബോധം നമുക്ക് വേണം. കാരണം ഈ കുട്ടി കേടുവന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ബാപ്പമാരായ നമ്മളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നാളെ ആഖിറത്തിൽ പരാജയപ്പെടുന്ന കുറച്ച് മക്കൾ കടന്നു വരും. ആ മക്കൾ അല്ലാഹുവിനോട് പരാതി പറയും. എന്താണ് അവരുടെ പരാതി? അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അറിവ് നേടാൻ +2 വരെ 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഇൽമ പഠിക്കാൻ മുഖത്തിരിച്ചപ്പോ അതിനെ കൂട്ടുനിന്നത് എന്റെ പിതാവാണ്. അതുകൊണ്ട് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം എന്റെ പിതാവിനെ വലിച്ചു കൊണ്ടുപോകണേ എന്ന് ഈ പൊന്നുമോൻ അള്ളാഹുവിന്റെ മുന്നിൽ കിടന്ന് പ്രാപിക്കുമ്പോ ആ സമയത്ത് ഈ കാൽപാദങ്ങളും കൈകളും വിളിച്ചു പറയുമത്രേ, അതെ, ഈ മോൻ പറഞ്ഞത് ശരിയാണ്. അന്നിന്ന സമയമായപ്പോൾ ട്യൂഷന്റെ പേര് പറഞ്ഞ് ഈ പിതാവ് അതിന് സമ്മതം കൊടുത്തത് കൊണ്ടാണ് ഈ മകൻ ഇന്ന് അവനെ അക്കാലഘട്ടത്തിൽ അറിവ് നേടാൻ
അവന് പ്രാപ്തനാകാൻ കഴിയാത്തത് എന്ന് കാലുകളും കൈകളും വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് അതൊന്നും വളരെ വ്യക്തമായി പറയേണ്ടതില്ല. ദൈനംദിന പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ നിരന്തരം കാണുകയാണ്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? കേവലം വിദ്യാഭ്യാസമില്ലാതെ മതം എന്താണെന്ന് പോലും അറിയുന്നതിന് മുമ്പ് സ്വന്തം മക്കളെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വിദ്യാഭ്യാസം നിർത്തുക. എന്നിട്ടോ SLCയും അതുപോലെ ഡിഗ്രിയും PG യും SLC വലിയ ഉയർന്ന സ്ഥാനമാണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ നമ്മുടെ മതവിദ്യാഭ്യാസത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക. ഇതിലേറെ വലിയ മുസീബത്ത് എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മദ്രസയിൽ +2 വരെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ +2 വരെയും പഠിപ്പിക്കാൻ നമ്മുടെ ബാപ്പമാരെ നമ്മൾക്ക് ത്രാണി ഉണ്ടാകണം. അവിടെയാണ് നമ്മൾ ബാപ്പമാരെന്ന് പറയേണ്ടത്. കേവലം SLC പോലെ പ്രാധാന്യമാണ് 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൻ അറാദ ദുനിയ ഫഅലൈഹി ബിൽ ഇൽം. ഒരാൾക്ക് ദുനിയാവ് ലഭിക്കണോ നബിൽ ഇൽമ്, അവന് ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചാൽ മതി. വമൻ അറാദ ആഖിറ, ഇനി പരലോക വിദ്യാഭ്യാസം, പരലോകത്ത് വിജയിക്കണമോ എന്നാൽ ഫഅലൈഹി ബിൽ ഇൽമ്, അവിടെയും അവന് അറിവാണ് ഉത്തമം. ഈ ലോകത്തെ വിജയിക്കാനുള്ളതാണ് ഭൗതിക വിദ്യാഭ്യാസം. അത് നമ്മുടെ ഖബറിൽ ചോദിക്കൂല. പക്ഷേ ഖബറിൽ ചോദിച്ചാൽ അതിന് മൻ റബ്ബുക വമൻ ഇഖ്വാനുക എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് മറുപടി പറയണമെങ്കിൽ അവിടെ നമുക്ക് മതവിദ്യാഭ്യാസം വേണം. അവിടെ കുറെ എഞ്ചിനീയർമാരല്ല, അവിടെ കുറെ ഡോക്ടർമാരല്ല. ഡോക്ടർമാരാകണം ഏത് അല്ലാഹുവിനെ അറിയുന്ന ഡോക്ടർമാരാകണം. അല്ലാഹുവിനെയും റസൂലിനെയും അറിയുന്ന നഴ്സുമാരും എഞ്ചിനീയർമാരും ആകുമ്പോഴേ സമുദായത്തിനും ആ ബാപ്പാക്കും ആ മാതാവിനും ഖബറിൽ കിടക്കുമ്പോൾ പൊരുത്തമുണ്ടാവുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ പറയും പള്ളിയിലെ ഉസ്താദ് വന്ന് ദുആ ചെയ്യും. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഏത് പള്ളിയിലെ ഉസ്താദ് വന്ന് ദുആ ചെയ്താലാണ് സ്വന്തം മക്കൾ ആത്മാർത്ഥമായി കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയോളം മൂല്യമുള്ള ഏത് കാളിയാരുടെ ദുആക്കാണ് ഇജാബത്ത് ഉണ്ടാവുക? സ്വന്തം പിതാവ്. നമ്മളൊക്കെ ആലോചിക്കണം. സ്വന്തം ഹൃദയത്തോട് കൈവച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ മരിച്ചു കിടക്കുമ്പോ അവസാനം പള്ളിയിലെ കാളി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മയ്യിത്ത് നമ്മുടെ മുന്നിൽ വെക്കും, മയ്യിത്ത് നിസ്കരിക്കാൻ ആളുണ്ടോ? ഒരു ചോദ്യമാണ്, വളരെ പ്രശസ്തമായ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ചോദ്യമാണ്. ഇനി ആരാ മയ്യിത്ത് നിസ്കരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് പിറകിൽ എന്ന് പറയും, ആരുമില്ല എന്ന് പറയുമ്പോ അവസാനം ഈ കാളി തന്നെ ഇമാമ് നിൽക്കുന്ന വളരെ ലജ്ജാകരമായ, അവിടെയാണ് ഒരു പിതാവ് വിജയിക്കേണ്ടത്. എങ്ങനെ പിതാവ് വിജയിക്കണം? അതെ, എന്റെ പൊന്നു മോനുണ്ട്, അവൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, മാഷാണ്. പക്ഷേ അവന് ഞാൻ +2 വരെ വിദ്യാഭ്യാസം നൽകി ഇൽമ പഠിപ്പിച്ച് അവർക്ക് മയ്യിത്ത് നമസ്കാരത്തിന്റെ ദുആകൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഒരു പൊന്നുമോൻ കടന്നു വന്ന് ഇമാമ് നിൽക്കാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ആ പിതാവ് ഈ ലോകത്ത് നിന്ന് നേടിയ ഏറ്റവും വലിയ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരും മരിച്ചു പോകുമ്പോ ഇവിടെ നിന്ന് കുറെ സമ്പത്ത് കൊണ്ടുപോകില്ല. ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോ അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം പിന്നെ അവിടെ ബാക്കിയാണ്. 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളെ അവൻ ഖബറിൽ കൊണ്ടുപോവുകയുള്ളൂ. എന്നിട്ട് പറയാം, എന്താണത്? ഈ മരിച്ചു കിടക്കുന്ന പിതാവ് എന്റെ ഉപ്പയാണ് എന്ന ചിന്തയോടെ തൊപ്പിയിട്ട് മുന്നിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരു മകനുണ്ടോ, അവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് ചെയ്യും. അല്ലെങ്കിൽ അവൻ ജീവിതകാലത്ത് നല്ല ധാർമ്മിക വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ അവിടെയും അവൻ വിജയിക്കുമെന്ന് പറയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ട്യൂഷന്റെ പേര് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് തോന്നാത്തത്? +2 പോലെ ഭൗതിക വിദ്യാഭ്യാസത്തെ പോലെ പ്രാധാന്യമാണ് ഇവിടെ മതവിദ്യാഭ്യാസം എന്താണ് നമുക്ക് തോന്നാത്തത്? ഇവിടെ ഫിഖ്ഹിന്റെ മസ്അലകൾ അറിയണം. കേവലം
8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും എന്ന് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മയ്യത്ത് നമസ്കാരം എങ്ങനെ ചെയ്യണമെന്ന് കുട്ടികൾക്ക് കണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടം. ഇവിടെ നമ്മുടെ മക്കൾ ആ ക്ലാസ്സിലില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമുക്ക് പറയാൻ കഴിയുന്ന അല്ലാഹുവിനോട്, അല്ലാഹുവേ എനിക്ക് സൗകര്യമില്ല എന്നതുകൊണ്ടാണ്. ഒരു ഫിഖഹിന്റെ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മനുഷ്യൻ തെറ്റിൽ നിന്ന് ഒഴിവാകുന്നത് തന്നെ എങ്ങനെയാണ്? ആ നാട്ടിൽ വിദ്യാഭ്യാസം, അവനക്ക് ദീന് പഠിക്കാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടും. എന്നാൽ മദ്രസ സംവിധാനങ്ങളുണ്ട്, ദർസി സംവിധാനങ്ങളുണ്ട്, സമന്വയ വിദ്യാഭ്യാസങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോ അങ്ങനെ ഒരാൾക്കും അല്ലാഹുവിനോട് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവൻ ചെയ്തിട്ടില്ലെങ്കിലും അവൻ പഠിച്ചിട്ടില്ലെങ്കിലും ആ പഠിക്കാത്തതിന് അവൻ കുറ്റക്കാരനാകുമെന്ന് മഹാനായ ശാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് വളരെ മനസ്സിലാക്കണം, കേവലം ഭൗതിക വിദ്യാഭ്യാസം പോലെ തന്നെയാണ് മതവിദ്യാഭ്യാസം. മദ്രസ തുറക്കാൻ മക്കളൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയും ട്യൂഷനാണ്, SLC ആണ്, നമ്മൾ സമ്മതിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, കേവലം അരമണിക്കൂറാണ് അല്ലെങ്കിൽ 1 മണിക്കൂർ 3/4 മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ മദ്രസയിൽ ജോലിക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കം കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ പറയാൻ കഴിയും എന്റെ മകൻ SLC കൊണ്ട് നിർത്തിയതാണ്? ഇവിടെ ഞാൻ ഒറ്റ ചരിത്രം പറയാൻ, മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന മുഹമ്മദ് അലി ജൗഹർ ഹാഫിളായ മനുഷ്യനാണ്. 3ാമത്തെ വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. അങ്ങനെ മാതാവ് അദ്ദേഹത്തെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിപ്പിക്കുകയാണ്. ഹാഫിളായ മനുഷ്യൻ. അങ്ങനെ ഹാഫിളായി ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഠനവും പൂർത്തിയായി ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലണ്ടനിൽ പോയി പഠിക്കാൻ പറയാം. ആ സമയത്ത് 3 ഉപദേശമാണ് ഹാഫിളായ കുഞ്ഞമോൻ മുഹമ്മദ് അലി ജൗഹറിനോട് പറയുന്നത്. മോനെ, നീ ഹാഫിളാണ്, ഖുർആൻ മറക്കരുത്. 2ാമത്തത്, നീ തിരുസുന്നത്തുകളെ മുറുകെ പിടിക്കണം. 3ാമത്തത്, നീ തഹജ്ജുദ് നമസ്കാരം പതിവാക്കണം. ഈ 3 കാര്യങ്ങളും കുഞ്ഞമോൻ പുലർത്തിയെന്ന് മാത്രമല്ല, അവസാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ റൂംമേറ്റ് ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ പലപ്പോഴും എണീക്കാറുള്ളത് ഈ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന യുവ ചെറുപ്പക്കാരന്റെ കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥനയുടെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ ശബ്ദം കേട്ടായിരുന്നുവെന്ന് MBAയും MSCയും പഠിച്ച് അതിലേറെ പഠിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് നേടിയ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പഠിതാവ് പറയും. നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ചീളുകളെ വിറപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയുടെ വിമോചനം ആഗ്രഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഗാന്ധിജി ചോദിച്ചുവത്രേ, അല്ല എന്താണ്, വാട്ട് ഈസ് ദ യുവർ മാനിഫെസ്റ്റോ? ഇതിന് നിന്നെ തയ്യാറാക്കിയ തീരുമാനം എന്താണ്? ആ സമയത്ത് തന്റെ ഷെർവാനിയിൽ നിന്ന് തൊപ്പിയും ഷെർവാനിയും ധരിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹർ അതിൽ നിന്ന് ഖുർആൻ എടുത്തിട്ട് പറഞ്ഞു അത്രേ, ഇറ്റ് ഈസ് മൈ മാനിഫെസ്റ്റോ. എന്നെ ഈ വിഭാഗത്തിനെ പ്രാപ്തനാക്കിയത് വിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് മതം ഒരിക്കലും ഭൗതികത്തിനെതിരല്ല. ഭൗതികത്തിന്റെ പേര് പറഞ്ഞ് മദ്രസ വിദ്യാഭ്യാസം നിലനിർത്തുന്ന ഒരു പുതിയ തലമുറക്കുള്ള വലിയ പാഠമാണ്. അല്ലാഹു